നിലവിൽ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളെയും മുൾമുനയിൽ നിർത്തുന്ന ഒന്നാണ് ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം. യുദ്ധത്തിലെ നേട്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ നഷ്ടങ്ങൾ എല്ലാവർക്കും ഒരുപാടുണ്ടാകും. ഇറാനും ഇസ്രായേലും തമ്മിലെ കുടിപ്പക മാത്രമല്ല, അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഈ യുദ്ധത്തിൽ നിർണായക പങ്കുണ്ട്. ജലഗതാഗതം വഴി ലോകത്തിലെ 30% ചരക്കും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ കഴുകൻ കണ്ണുമായി നോക്കിയിരിക്കുന്നത് ഒരുപാട് രാജ്യങ്ങളാണ്. അതിൽ പ്രധാനിയാണ് അമേരിക്കയും. ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ നല്ല ബന്ധമല്ലെങ്കിലും ഇരുവരുടെയും പ്രധാന കൂട്ടാളിയാണ് അമേരിക്ക. പക്ഷേ ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും പ്രധാന ശത്രുപക്ഷത്ത് ഇറാനാണ്. എനിമീസ് എനിമി ഈസ് അവർ ഫ്രണ്ട് എന്ന യുദ്ധതന്ത്രമാണ് ഇവിടെ ഇരുവരും പയറ്റുന്നത്. തന്റെ രണ്ട് കൂട്ടാളികളുടെയും ശത്രുവായ ഇറാനെ അമേരിക്കയും ശത്രുവായി കണക്കാക്കി. പക്ഷേ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്താൻ ഇത് മാത്രമായിരുന്നില്ല കാരണം. ഇറാന്റെ ഉറ്റ സുഹൃത്തുക്കളായ ഹിസ്ബുള്ള, ഹൂതി, ഹമാസ് എന്നിവരുടെ പ്രധാന ശത്രു ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ലോകത്തിന് മുന്നിൽ ആണവശക്തിയായി മാറിയാൽ ആദ്യം ആക്രമിക്കുക ഇസ്രായേലിനെ തന്നെയാണെന്ന് നന്നായി അറിയാം ഇസ്രായേലിന്. ലോകത്തിന് ആവശ്യമായ 30% പെട്രോളിയം ഉൽപ്പന്നങ്ങളും കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനാണ് സൗദിയും ഇറാനും ഒരുപാട് ശ്രമിക്കുന്നത്. അതുതന്നെയാണ് ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്കും കാരണം. ഈ ഒരു റൂട്ടിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇറാൻ പേർഷ്യൻ ഗൾഫ് എന്നും സൗദി അറേബ്യ അറേബ്യൻ ഗൾഫ് എന്നും പ്രത്യേകമായി എടുത്തു പറയുന്നത്. ഇതുകൂടാതെ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഇറാനും സുന്നി വിഭാഗത്തിൽപ്പെട്ട സൗദി അറേബ്യയും തമ്മിൽ മതപരമായ അകൽച്ചയും നിലനിൽക്കുന്നുണ്ട്. തന്റെ രണ്ട് സുഹൃത്ത് രാജ്യങ്ങളുടെയും ശത്രുവായതിനാൽ അമേരിക്കയ്ക്കും ഇറാൻ ശത്രു തന്നെയാണ്. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഇറാൻ ഇല്ലാതായാൽ അമേരിക്കയ്ക്ക് സൗദി അറേബ്യയുടെ സഹായത്തോടുകൂടി ഹോർമൂസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിച്ച് ആഗോള ബിസിനസിന്റെ തലപ്പത്തിരിക്കാനാണ് സാധിക്കുന്നത്. ഇറാൻ ഒരു ന്യൂക്ലിയർ രാജ്യമായി മാറിയാൽ ഭാവിയിൽ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അത് അപകടകരമാണ് എന്ന തിരിച്ചറിവാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരുപോലെ ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ ആ സ്ഥിതിക്ക് ലോക സമാധാനം നഷ്ടപ്പെട്ട് ഒരു വേൾഡ് വാർ 3 കടക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.